ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC സാധാരണ ചോദിക്കുന്ന തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, മദർ തെരേസ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? മദർ തെരേസ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? തീരാന, അൽബേനിയ. ലക്ഷദ്വീപിലെ ഔദ്യോഗിക ഭാഷ. ലക്ഷദ്വീപിലെ ഔദ്യോഗിക ഭാഷ മലയാളം. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീൻ. ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന മലയാളി. ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന മലയാളി ബാരിസ്റ്റർ GP പിള്ള. 7 മലകളുടെ നഗരം എന്ന് വിശേഷിക്കപ്പെടുന്ന സ്ഥലം. 7 മലകളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം റോം. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദി. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദി ചാലിയാർ. ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജ് സംവിധാനം. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ആൻഡിൽസിൻ്റെ മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം. ആൻഡിൽസിൻ്റെ മുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ക്യൂബ. വീർ സവർക്കർ രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വീർ സവർക്കർ രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പോർട്ട് ബ്ലെയർ. കേരളത്തിൽ MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക വ്യക്തി. കേരളത്തിൽ MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക വ്യക്തി CH മുഹമ്മദ് കോയ. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആര്? AK ആന്റണി. കേരള മുഖ്യമന്ത്രിയായ ശേഷം പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഗവർണർ സ്ഥാനം വഹിച്ചത്. കേരള മുഖ്യമന്ത്രിയായ ശേഷം പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഗവർണർ സ്ഥാനം വഹിച്ചത് ആര്? പട്ടം താനുപിള്ള. നിയമസഭയെ അഭിമുഖീകരിക്കാതെ രാജിവെക്കേണ്ടി വന്ന മന്ത്രി. നിയമസഭയെ അഭിമുഖീകരിക്കാതെ രാജിവെക്കേണ്ട വന്ന മന്ത്രി K മുരളീധരൻ. ഒരേ മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗം. ഒരേ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗം KM മാണി, പാലയിൽ നിന്ന്. കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957. 1ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. 1ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഡോക്ടർ AR മേനോൻ. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ. കേരളത്തിൽ 1ാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം. കേരളത്തിൽ 1ാം മന്ത്രിസഭ പിരിച്ചുവിടാൻ കാരണമായ പ്രക്ഷോഭം വിമോചന സമരം.
അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അടിയന്തര ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. അഡ്രിനാലിൻ. മുട്ടയിടുന്ന സസ്തനി ഏത്? മുട്ടയിടുന്ന സസ്തിനി ഏത്? പ്ലാറ്റിപ്പസ്. കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര്? കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആര്? സി ശങ്കരൻ നായർ. സൂര്യനിൽ നിന്നുള്ള താപം, പ്രകാശം എന്നിവ ഭൂമിയിലെത്തുന്ന മാർഗമേത്? സൂര്യനിൽ നിന്നുള്ള താപം, പ്രകാശം എന്നിവ ഭൂമിയിലെത്തുന്ന മാർഗമേത്? വികിരണം. രാഷ്ട്രപതിക്ക് അധികാരമേൽക്കാൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആര്? രാഷ്ട്രപതിക്ക് അധികാരമേൽക്കാൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏത്? ഗോദാവരി. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ജ്യോതിബ ഫുലെ. സതി എന്ന ദുരാചാരം നിരോധിച്ച ഗവർണർ ജനറൽ ആര്? സതി എന്ന ദുരാചാരം നിരോധിച്ച ഗവർണർ ജനറൽ ആര്? വില്യം ബെൻറിക്. മധുര പട്ടണം ഏതു നദിയുടെ തീരത്താണ്? മധുര പട്ടണം ഏത് നദിയുടെ തീരത്താണ്? വൈഗ. മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമിട്ട യുദ്ധമേത്? മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമിട്ട യുദ്ധമേത്? ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥ. ആത്മകഥയ്ക്കൊരു ആമുഖം. ഘോഷ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട വനിത. ഘോഷ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട വനിത. പാർവതി നെന്മേനി മംഗലം. രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത. രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത. ലക്ഷ്മി എൻ മേനോൻ. മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര്? മംഗലസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആര്? പാർവതി നെന്മേനി മംഗലം. രോഷ്നി എന്ന മാസികയുടെ സ്ഥാപക എഡിറ്റർ. രോഷ്നി എന്ന മാസികയുടെ സ്ഥാപക എഡിറ്റർ. ലക്ഷ്മി എൻ മേനോൻ. മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ പ്രസിഡന്റ്. മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ പ്രസിഡന്റ്. മാർഗ്രറ്റ് പാവമണി. ഹരിജൻ വെൽഫെയർ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ തന്നെ ആഭരണങ്ങൾ ഊരി നൽകിയത് ആര്? ഹരിജൻ വെൽഫെയർ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ തന്നെ ആഭരണങ്ങൾ ഊരി നൽകിയത് ആര്? കൗമുദി ടീച്ചർ. കാലത്തിനൊപ്പം നടന്ന പെൺകുട്ടി എന്ന് കൗമുദി ടീച്ചറെ വിശേഷിപ്പിച്ചത് ആര്? കാലത്തിനൊപ്പം നടന്ന പെൺകുട്ടി എന്ന് കൗമുദി ടീച്ചറെ വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ആത്മവിദ്യാ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്ന വനിത. ആത്മവിദ്യാ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്ന വനിത. കെ ദേവയാനി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായിക. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായിക. അമ്മു സ്വാമിനാഥൻ. തടവുകാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? തടവുകാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? പഞ്ചാബ്. ഉദയം പേരൂർ സുന്നഹദോസ്
എന്ന പ്രസിദ്ധമായ ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷമേത്? ഉദയംപേരൂർ സുന്നഹദോസ് എന്ന പ്രസിദ്ധമായ ക്രിസ്തുമത സമ്മേളനം നടന്ന വർഷമേത്? 1599. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ത്രിപുര. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘമേത്? മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം ഏത്? നിംബോസ്ട്രാസ്. തിരുവിതാംകൂറിലെ ആദ്യ പത്രം ഏതാണ്? തിരുവിതാംകൂറിലെ ആദ്യ പത്രം ഏതാണ്? ജ്ഞാനനിക്ഷേപം. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏതു ജില്ലയിലാണ്? കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി? കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി? KR നാരായൺ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? മണിയാർ. വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്.